ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഞാൻ SSLC എക്സാം എഴുതിയ സമയത്ത് ഞാൻ ചെയ്ത കുറച്ച് തെറ്റുകൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് പറയുമ്പം നിങ്ങൾക്കെങ്കിലും അത് വരുത്താതിരിക്കാൻ ശ്രമിക്കാമല്ലോ. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാനിത് പങ്കുവയ്ക്കുന്നത്. ഇപ്പം എല്ലാവരും നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കും SSLC എക്സാമാണ്, പഠിക്കണം, ജീവിതത്തിൻ്റെ വഴിത്തിരിവാണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മളിപ്പോൾ ഒരിക്കലും അത് റിയലൈസ് ചെയ്യത്തില്ല. ഒരു ഇമ്പോർട്ടൻ്റ് എക്സാമാണ് വരുന്നത്, നമ്മൾ ഭയങ്കരമായിട്ട് മടി പിടിക്കും. നമുക്ക് ഇനി എക്സാം വരും, കുഴപ്പമില്ല, ഇതിന് കുറച്ച് മാർക്കൊക്കെ മേടിച്ചാൽ മതി, ഇപ്പം നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് ഒക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ റിസൾട്ട് വരുന്നൊരു ദിവസമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോൾ ഒരു റിയാലിറ്റി ഉണ്ട്. അപ്പം നിങ്ങൾക്ക് തോന്നും, അന്നേരം ഞാൻ പഠിച്ചായിരുന്നെങ്കിൽ ബാക്കിയുള്ളവർ എഴുതുന്ന പോലെ എനിക്ക് എഴുതാമായിരുന്നു. പിന്നെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് തോന്നും, അയ്യോ അന്ന് ഞാൻ പഠിച്ചായിരുന്നെങ്കിൽ ഇപ്പം എല്ലാവരുടെയും പോലെ A+ കിട്ടിയേനെ എന്നൊരു തോന്നൽ വരും. ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്, SSLCയിലെ ഫസ്റ്റ് എക്സാം ഡേ ഞാൻ എക്സാം ഹാളിൽ കയറി. അപ്പോൾ എൻ്റെ ഹാർട്ട് ഭയങ്കരമായിട്ട് ബീറ്റ് ചെയ്യുന്നു, അതുപോലെ കൈയൊക്കെ നന്നായിട്ട് വിറയ്ക്കുന്നു. അതുപോലെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഓരോ ക്വസ്റ്റ്യൻ നോക്കുമ്പോഴും അത് ഞാൻ പഠിച്ചതായിരുന്നു, ഒന്നും കൂടെ ഞാനൊന്ന് റിവൈസ് ചെയ്തായിരുന്നു എനിക്ക് നന്നായിട്ട് എഴുതാമായിരുന്നു, നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്യാമായിരുന്നു എന്നൊരു തോന്നൽ വരും. ആ ഒരു തോന്നൽ വരാതിരിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിനെപ്പറ്റിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. SSLCക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു, ഒത്തിരി സമയമുണ്ടല്ലോ, നമുക്കിനിയും റിവിഷൻ സമയമുണ്ട്, നമുക്ക് സ്റ്റഡി ലീവ് കിട്ടും, അതുപോലെ കുറേ സമയമുണ്ട്, അപ്പോൾ നമുക്ക് പതുക്കെ പഠിക്കാം, സമയമുണ്ടല്ലോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഓർത്തു, എന്നെക്കൊണ്ട് എഴുതാൻ പറ്റുമോ, ഒന്ന് വായിച്ചിട്ട് പോയാൽ മതി, ലാസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി, നമ്മൾ ഇത്രയും നാൾ കേട്ട സാധനങ്ങളൊക്കെ തന്നെയല്ലേ, ഒന്ന് വായിച്ചിട്ട് പോയാൽ മതി. പിന്നെ അതുപോലെ ലാസ്റ്റ് മിനിറ്റ് എന്തെങ്കിലും വീഡിയോ ഒക്കെ കണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും അങ്ങ് എഴുതാം. പിന്നെ അതുപോലെ ഡിഫിക്കൽട്ടായിട്ടുള്ള 2-3 ചാപ്റ്ററൊക്കെ അങ്ങ് വേണ്ടാന്ന് വെക്കാം. അത്യാവശ്യമുള്ള കുറച്ച് ചാപ്റ്ററൊക്കെ പഠിച്ചുകൊണ്ട് പോയിട്ട് അങ്ങ് എഴുതിയാൽ മതി, എന്തായാലും അങ്ങ് ജയിപ്പിച്ച് വിടും, കുഴപ്പമില്ല എന്നൊരു തോന്നൽ നമ്മൾ പോയാൽ നമ്മളെങ്ങും എത്താൻ പോകുന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, കോൺഫിഡൻസ് ഈസ് ഗുഡ്, ബട്ട് ഓവർ കോൺഫിഡൻസ് കിൽസ്. അപ്പോൾ ഒരിക്കലും ഓവർ കോൺഫിഡൻസ് ഉണ്ടാകാൻ പാടില്ല. നമുക്കൊരു കോൺഫിഡൻസ് വേണം, അത് നമ്മുടെ ഉയർച്ചയ്ക്ക് നല്ലതാണ്. പക്ഷേ ഓവർ കോൺഫിഡൻസ് ആയാൽ പിന്നെ ഒരിക്കലും നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനോ സക്സസ് ആവാനോ പറ്റില്ല. ഫസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് പ്രൊക്രാസ്റ്റിനേഷൻ. ഞാൻ എന്താണെന്ന് വെച്ചാൽ, അടുത്ത ആഴ്ച തൊട്ട് പഠിക്കാം, സ്റ്റഡി ലീവ് ഉണ്ടല്ലോ എന്നൊരു തോന്നലിൽ ഇങ്ങനെ അങ്ങ് ഇരിക്കും പഠിക്കാതെ. അങ്ങനെ അവസാനം വരുമ്പോൾ നമുക്കിതെല്ലാം കൂടി തീർക്കാനും പറ്റത്തില്ല, ഭയങ്കര ടെൻഷനും കൂടാം. അപ്പോൾ സിലബസ് ഒരിക്കലും നമ്മൾ ലാസ്റ്റിലേക്ക് വെക്കരുത്. അതുപോലെ ലാസ്റ്റിലേക്ക് വെക്കുമ്പോൾ നമ്മുടെ ടെൻഷൻ കൂടിയിട്ട് നമ്മുടെ സ്ട്രെസ് ഇൻക്രീസ് ആവും. അപ്പോൾ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എക്സാം എഴുതുമ്പോൾ പോലും അത് നമ്മളെ ബാധിക്കും കാര്യമായിട്ട്. പിന്നെ റിവിഷൻ്റെ ടൈം ഒത്തിരി കുറയ്ക്കാനും പാടില്ല, നമ്മൾ കാര്യമായിട്ട് തന്നെ റിവൈസ് ചെയ്യണം. പിന്നെ 1 മുതൽ 2 മണിക്കൂർ വരെ അക്കാഡമിക് ഇയറിൽ ആദ്യം തൊട്ട് പഠിക്കണം. ഇനിയിപ്പോൾ അത് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, എന്നാലും ഇനിയുള്ള സമയമെങ്കിലും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. പിന്നെ അതുപോലെ ടീച്ചേഴ്സൊക്കെ നമ്മളോട് പറയും, എഴുതി പഠിക്കണം, എഴുതി പഠിക്കണം, എഴുതി പഠിച്ചാലേ നമ്മുടെ തലയിലോട്ട് കയറത്തുള്ളെന്ന്. പക്ഷെ നമ്മൾ ഒരിക്കലും അത് ചെയ്യത്തില്ല. നമ്മൾ മടിയന്മാരായിട്ട് നമ്മൾ ഈ ചാപ്റ്റേഴ്സ് എല്ലാം ഒന്നുകൂടെ റിവൈസ് ചെയ്ത് നമ്മൾ ഷോർട്ട് നോട്ടൊക്കെ വായിച്ച് ഇങ്ങനെ ഇരിക്കും. പക്ഷെ അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്, ചാപ്റ്റേഴ്സ് പിന്നെയും പിന്നെ റീഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു തോന്നൽ മനസ്സിൽ വരും. പക്ഷെ അതൊരിക്കലും ശരിയല്ല. പിന്നെ അതുപോലെ ചാപ്റ്റർ മൊത്തം ഞാനിങ്ങനെ ഹൈലൈറ്റർ വെച്ച് ഹൈലൈറ്റ് ചെയ്ത് അവസാനം മൊത്തം ഹൈലൈറ്ററിൻ്റെ കളറാവും ആ പേപ്പർ. അതൊരിക്കലും നല്ലൊരു കാര്യമല്ല. കാരണം അവസാനം നമ്മൾ ഈ എക്സാമിൻ്റെ സമയത്ത് ഈ ഹൈലൈറ്റ് ചെയ്ത പേപ്പർ വായിക്കുമ്പോൾ തലയ്ക്കകത്തൊരു വേദനയുണ്ട്, അത് അനുഭവിച്ചാലേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ഫുൾ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വെക്കല്, മെയിൻ പോയിൻറ്റ്സ് മാത്രം, ചെറിയ 2 ലൈനോ അങ്ങനെ എന്തെങ്കിലും മാത്രം ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ ആൻസർ എഴുതി പഠിക്കുക. ഇപ്പോൾ 2 മാർക്കിൻ്റെ ആൻസർ ആണെങ്കിൽ 2 മാർക്കിന് എഴുതി പഠിക്കുക. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ മെയിൻ എക്സാമിന് നിങ്ങൾ അപ്പിയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതുപോലെ എഴുതി പഠിക്കുക. പിന്നെ അതുപോലെ പേപ്പർ എനിക്ക് സമയത്തിന് എഴുതി തീർക്കുന്നതിൻ്റെ ഒരു പ്രശ്നം അത് ഉണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു +2 വരെ എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നത്. സമയത്തിന് ഞാൻ എഴുതി തീർക്കത്തില്ല, എനിക്ക് ബെല്ലടിക്കുമ്പോഴത്തേനും എനിക്കങ്ങ് ടെൻഷനായി, ഇത് തീരുമോ എന്ന്. അപ്പോൾ നമ്മൾ സ്പീഡിൽ എഴുതി പഠിച്ചാലേ അത് നമുക്ക് എങ്ങനെയും ശരിയാക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഹാൻഡ് റൈറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഹാൻഡ് റൈറ്റിംഗ് നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച്, നിങ്ങളൊരു പേപ്പർ നോക്കുകയാണ്,
മോശം ഹാൻഡ് റൈറ്റിംഗ് ഒരാൾ എഴുതി വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു 2 മാർക്ക് വല്ലതും ഇട്ട് 8 മാർക്ക് കൊടുക്കേണ്ടതോ 6 മാർക്ക് കൊടുക്കേണ്ടതോ ആയിരിക്കാം. അതിനുള്ള കണ്ടൻറ്റും അതിനകത്തുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ 2 മാർക്ക് കൊടുത്തങ്ങ് വിടത്തില്ലേ, ഹാൻഡ് റൈറ്റിംഗ് കൊള്ളത്തില്ലെന്ന് പറഞ്ഞ്. പിന്നെ ആ പേപ്പർ നോക്കാനുള്ള നിങ്ങളുടെ ആ ഒരു ഇഷ്ടം തന്നെ അങ്ങ് പോകും. പിന്നെ അതുപോലെ നിങ്ങൾ മൊത്തം ഇങ്ങനെ കാണാതെ പഠിക്കാതെ മെയിൻ പോയിൻറ്റ്സ് പഠിക്കുക. കാരണം നിങ്ങൾക്ക് എക്സാം എഴുതുമ്പോൾ അവിടെ ചെന്ന് ആ ഒരു ടെൻഷനിലിരിക്കുമ്പോൾ ഒരിക്കലും മെയിൻ പോയിൻറ്റ്സ് കിട്ടത്തില്ല. നമ്മളിങ്ങനെ ആലോചിക്കും, ഇത് കഴിഞ്ഞ് എന്തായിരുന്നു, നമുക്ക് എല്ലാം അറിയാം പക്ഷെ ആ പോയിൻ്റ് നമ്മൾ വിട്ടുപോകും. അങ്ങനെ ഒരവസ്ഥ വരും. അതുകൊണ്ട് മെയിൻ പോയിൻറ്റ്സ് എഴുതി വെച്ച് തന്നെ പഠിക്കുക. പിന്നെ അതുപോലെ എക്സാംസ് നന്നായിട്ട് എഴുതി പഠിക്കണം. പിന്നെ ടൈം വെച്ച് എഴുതി പഠിക്കണം. അല്ലാതെ ചുമ്മാ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൊണ്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ സമയത്തിന് മെയിൻ എക്സാമിന് തീർക്കത്തില്ല. പിന്നെ അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കാര്യമായിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. പിന്നെ അതുപോലെ എനിക്ക് ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ് തുടങ്ങിയ സബ്ജക്റ്റുകളോട് ഒരു പ്രത്യേക ഇഷ്ടം അത് പണ്ട് തൊട്ടേ ഉള്ളതാണ്. അതുപോലെ തന്നെ എനിക്ക് മാത്സ് കണ്ണെടുത്താൽ കണ്ടുകൂടാ. അതുകൊണ്ട് ഞാൻ മാത്സ് കാര്യമായിട്ട് തന്നെ ഉഴപ്പിയിട്ടുണ്ട് SSLC സമയത്ത്. എനിക്ക് ഇംഗ്ലീഷും സോഷ്യൽ സയൻസും ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് കൂടുതൽ പഠിച്ചു. മാത്സ് കാര്യമായിട്ട് പഠിച്ചില്ല. അതുകൊണ്ട് ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങളുടെ പെർസെൻറ്റേജ് വരുമ്പോൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫുൾ A+നെ കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് ഒരു സബ്ജക്റ്റ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റിന് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്താലും കുഴപ്പമില്ല. പിന്നെ അതുപോലെ ഡിഫിക്കൽട്ടായിട്ടുള്ള പോർഷൻസ്, ചില പോർഷനൊക്കെ നമുക്ക് കുറേ ഡേറ്റും അതും ഇതുമൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ ചിലപ്പോൾ അങ്ങ് വേണ്ട ഇതൊന്നും ചോദിക്കാൻ പോകുന്നില്ല എന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അത് പഠിക്കുക. നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻ ആണെന്ന് നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചാപ്റ്ററോ ആ ടോപ്പിക്കോ നമ്മൾ കാര്യമായിട്ട് തന്നെ പഠിക്കുക. അതുപോലെ ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഫിയർ കാര്യമായിട്ട് ഇൻക്രീസ് ചെയ്യും. നിങ്ങൾക്ക് എക്സാം സമയത്ത് പേടിയുടെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സമയത്തിന് വേണ്ട വിധത്തിൽ ഇത് പഠിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എക്സാം സമയത്ത് ഈ പേടിയും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ചില എക്സാമിന് നിങ്ങൾ സമാധാനമായിട്ട്, ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഇപ്പോൾ മലയാളം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ മലയാളം എക്സാമിന് പോകുമ്പോൾ കൂളായിട്ട്, എന്നാലൊരു എക്സാമിൻ്റെ ടെൻഷൻ കാണും, എന്നാലും നിങ്ങൾക്ക് സമാധാനത്തിലാണ് നിങ്ങൾ പോകുന്നത്. പക്ഷേ നിങ്ങൾക്കിപ്പോൾ മാത്സ് ഭയങ്കര പേടിയുള്ള സബ്ജക്റ്റാണ്, നിങ്ങൾ കാര്യമായിട്ട് അത് പഠിച്ചിട്ടില്ലെങ്കിൽ ആ എക്സാമിന് നിങ്ങൾക്ക് അതിൻ്റെ ഇരട്ടിയുടെ ടെൻഷനായിരിക്കും. അപ്പോൾ അതിൻ്റെ കാരണം നിങ്ങൾ സമയത്തിന് കറക്റ്റായിട്ട് പഠിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊരിക്കലും വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ വീക്ക് സബ്ജക്റ്റ് ആദ്യം പഠിക്കുക. അപ്പോൾ നമ്മുടെ ഫ്രഷ് ബ്രെയിൻ ആയതുകൊണ്ട് നമുക്ക് വീക്ക് സബ്ജക്റ്റ് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ നിങ്ങളെ സഹായിക്കുന്നു. അതുപോലെ 30 മിനിറ്റെങ്കിൽ 30 മിനിറ്റ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ കോൺഫിഡൻസിനെ കാര്യമായിട്ട് കൂട്ടും. 4ാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് കമ്പാരിസൺ ആണ്. നമ്മളിപ്പം ക്ലാസ്സിൽ ടെസ്റ്റ് പേപ്പറൊക്കെ കഴിഞ്ഞിട്ട് പേപ്പറൊക്കെ ടീച്ചർ കൊണ്ട് തരും. അന്നേരം നമ്മളിങ്ങനെ ചോദിക്കും, എടി നിനക്ക് എത്ര ഉണ്ട്? അത്ര ഉണ്ടല്ലേ എന്നിങ്ങനെ എല്ലാവരോടും ചോദിക്കും. അത് നിങ്ങളുടെ കോൺഫിഡൻസിനെ കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. മറ്റുള്ളവർക്ക് ഒത്തിരി മാർക്ക് കിട്ടുന്നെന്ന് കാണുമ്പം നിങ്ങൾക്ക് പഠിക്കാനുള്ള, സാധാരണ ചില ആൾക്കാർക്കാണെങ്കിൽ പഠിക്കാനുള്ളൊരു ത്വര കൂടുതൽ കൂടത്തേ ഉള്ളൂ. നമുക്ക് ഇനിയും പഠിക്കണം, അത്രയും മാർക്ക് മേടിക്കണം എന്നൊരു വരും. പക്ഷേ ചില ആൾക്കാർക്ക് പഠിക്കാനുള്ള ആഗ്രഹം താഴോട്ടാണ് പോകുന്നത്. അവർക്ക് ഒരിക്കലും പിന്നെ പഠിക്കാൻ പറ്റത്തില്ല. എന്നാലും അവർക്ക് അത്രയും മാർക്ക് കിട്ടി, നമുക്കിനിയും അത്രയും കിട്ടാനൊന്നും പോകുന്നില്ല, ഇനിയിപ്പോൾ പഠിച്ചിട്ട് എന്തിനാ, അങ്ങനൊരു തോന്നൽ വന്നാൽ അവിടെ തുടങ്ങി നിങ്ങളുടെ സക്സസിൻ്റെ റേറ്റ് കുറയുന്നത്. അതുപോലെ ട്രൂത്ത് എന്ന് പറയുന്നത് കമ്പാരിസൺ ഡിസ്ട്രോയിഡ് മൈ കോൺഫിഡൻസ്. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. കൂടുതലായിട്ട് കമ്പയർ, ഇപ്പോൾ വീട്ടിലാണെങ്കിലും നമ്മളിപ്പോൾ പറയുക, അപ്പുറത്തെ വീട്ടിലെ കൊച്ചിന് അത്രയും മാർക്കുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മളെ ഡീഗ്രേഡ് ചെയ്യുന്നത് കൂട്ടൊരു തോന്നൽ നമുക്ക് വരും. അപ്പം നമ്മുടെ കോൺഫിഡൻസിനെ അത് കാര്യമായിട്ട് ബാധിക്കും. ആർക്കും ഒരിക്കലും പെർഫെക്റ്റായിട്ട് ജനിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ നിങ്ങളുടെ പ്രാക്ടീസ് കൊണ്ടും നിങ്ങളുടെ ഹാർഡ് വർക്ക് കൊണ്ടും ഇമ്പ്രൂവ് ചെയ്യും. അങ്ങനെ ഇമ്പ്രൂവ് ചെയ്താണ് നിങ്ങൾക്ക് പെർഫെക്ഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ പറയുന്ന ആൾക്കാരിലേക്കും ചിലപ്പം നിങ്ങളുടെ ഹാർഡ് വർക്കും നിങ്ങളുടെ കഴിവും ഒക്കെ കൂടുതലാണെങ്കിൽ അവരെക്കാട്ടിലും മേളിലേക്ക് നിങ്ങൾക്ക് നല്ല നിലയിൽ എത്താൻ പറ്റും. ഓരോ ആൾക്കാരുടെയും ജീവിത രീതി അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അവർ ജീവിക്കുന്നൊരു രീതിയിലായിരിക്കത്തില്ല നിങ്ങൾ ജീവിക്കുന്നത്. അപ്പം ഒരിക്കലും നമ്മുടെ കഴിവും അതുപോലെ ഈക്വൽ ആവണമെന്നില്ല. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ മറ്റുള്ള ഒരാളെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഹെൽത്ത്.
നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ കാര്യമായിട്ട് നോക്കാതെ ഇപ്പോൾ എക്സാം ആണെന്ന് പറഞ്ഞ് നിങ്ങൾ കഴിക്കാതെയും ഉറങ്ങാതെയും ഒക്കെ നടന്നിട്ട് നിങ്ങൾ എക്സാം എഴുതി നല്ല മാർക്ക് മേടിച്ചു, അവസാനം നിങ്ങളുടെ ഹെൽത്ത് പോവുകയാണെങ്കിൽ നമ്മൾ എന്തിനാണ് എക്സാം എഴുതിയത്, നമ്മൾ എന്തിനാണ് മാർക്ക് മേടിച്ചത്? നിങ്ങൾ അങ്ങനെ ചിന്തിക്കുക. ഈ പറയുന്ന ഞാനിതിൻ്റെ അപ്പുറമാണ് എക്സാം സമയത്ത്. ഞാൻ സമയത്തിന് കഴിക്കത്തില്ല, സമയത്തിന് ഉറങ്ങത്തില്ല, ഞാൻ നൈറ്റ് ഔളാണ്. 2 മണി വരെയൊക്കെ വെളുപ്പിനെ ഇരുന്ന് പഠിക്കും. എനിക്ക് വെളുപ്പിനെ എണീറ്റിരുന്ന് പഠിക്കുന്നത് കുറച്ച് പാടുള്ള കാര്യമാണ്. ഞാനങ്ങനെ പഠിച്ചാൽ എൻ്റെ തലയിൽ കയറത്തില്ല. അതുകൊണ്ട് ഞാൻ രാത്രി ഫുള്ളിരുന്ന് പഠിക്കുന്ന ഒരു ടൈപ്പാണ്. അതുപോലെ എക്സാം സമയത്ത് ഞാൻ ഫുഡ് കാര്യമായിട്ട് ഞാൻ സ്കിപ്പ് ചെയ്യാറുണ്ട്. അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്, അത് ആരോഗ്യത്തിനെ ബാധിക്കുമെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ അതെനിക്കൊരിക്കലും എനിക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ഇത്ര ശ്രമിച്ചിട്ടും. അപ്പോൾ നിങ്ങളൊരിക്കലും അങ്ങനെ ആവാതിരിക്കുക. നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ കൊച്ചു പിള്ളേരാണ്, നിങ്ങളിപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങിയാൽ നിങ്ങൾ അപ്പോഴത്തേനും എൻ്റെ ഒരു ഏജ് ആകുമ്പോഴത്തേനും നിങ്ങൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നല്ല പിള്ളേരായിട്ടിരിക്കാൻ പറ്റും. പിന്നെ അതുപോലെ നമ്മുടെ കോൺസെൻട്രേഷനെ കാര്യമായിട്ട് ബാധിക്കും അത്. കാരണം നമ്മൾ ഈ രാത്രി മൊത്തം ഉറങ്ങാതിരുന്നിട്ട് രാവിലെ ചെന്ന് എക്സാം എഴുതാൻ ചെല്ലുമ്പോഴത്തേനും നമുക്കങ്ങ് ഉറക്കം വരും. അങ്ങനെ ഒരു ഇഷ്യൂ വരും അതിനകത്ത്. തലവേദന, മൂഡ് സ്വിങ്സ് ഇതെല്ലാം അതിനകത്ത് വരുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ 7 ഹവേഴ്സ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, കുറഞ്ഞത് 5 മണിക്കൂറെങ്കിലും നിങ്ങൾ ഉറങ്ങണം. പിന്നെ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിനത് കാര്യമായിട്ട് ബാധിക്കും. ബ്രെയിനിന് ഒത്തിരി കട്ടിയായിട്ടുള്ള എക്സസൈസ് ആവും അത്. അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പഠിക്കുന്നതിനിടയ്ക്ക് ബ്രേക്ക് എടുക്കുക. അതുപോലെ വെള്ളം നന്നായിട്ട് കുടിക്കുക, ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കാതിരിക്കുക എക്സാം സമയത്ത്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം നടന്നിട്ട് വേറെ റൂമിലേക്കും വീട്ടിലൊക്കെ ഒന്ന് നടന്നിട്ട് വീട്ടുകാരായിട്ടൊക്കെ സംസാരിക്കുക.